കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന എണസ്റ്റ് രാജിവെച്ചു. LDF ധാരണാപ്രകാരമാണ് രാജി. 4 വർഷം CPIM-ഉം തുടർന്നുള്ള 1 വർഷം CPI-ക്കുമാണ് മേയർ സ്ഥാനം. കൊല്ലത്തെ മഹാനഗരമാക്കുക എന്ന പ്രവർത്തനങ്ങൾക്കാണ് LDF നേതൃത്വം നൽകിയ കോർപ്പറേഷൻ പ്രാധാന്യം നൽകിയതെന്ന് പ്രസന്ന എണസ്റ്റ് പറഞ്ഞു. തിങ്കളാഴ്ച ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിന് ശേഷമായിരുന്നു മേയറുടെ രാജി പ്രഖ്യാപനം. LDF-ലെ മുൻധാരണാപ്രകാരം ഭരണസമിതിയുടെ അവസാന 1 വർഷം മേയർ സ്ഥാനം CPI-ക്ക് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ഭരണത്തിൽ 4 വർഷം കാലാവധി പൂർത്തിയാക്കിയിട്ടും പ്രസന്ന എണസ്റ്റ് രാജിക്ക് തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് CPI 2 തവണ CPM-ന് കത്ത് നൽകിയിരുന്നു. ഇതിൽ നടപടിയുണ്ടാകാതെ വന്നതോടെ കഴിഞ്ഞ 5-ന് CPI പ്രതിനിധിയായ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സജീവ് സോമൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സവിതാദേവി എന്നിവരും രാജിവെച്ചിരുന്നു. കൊല്ലം മധുവും മറ്റ് 2 കൗൺസിലർമാരും ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിലും പങ്കെടുത്തിരുന്നില്ല. കോർപ്പറേഷനിൽ CPI-ക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. ആകെ 55 വാർഡുകളിൽ 28 CPM പ്രതിനിധികളും 10 CPI പ്രതിനിധികളുമാണ് കൗൺസിലർമാരായിട്ടുള്ളത്. ഡെപ്യൂട്ടി മേയർക്ക് പിന്നാലെ മേയറും രാജിവെച്ചതോടെ കൊല്ലം കോർപ്പറേഷന് നിലവിൽ മേയറും ഡെപ്യൂട്ടി മേയറും ഇല്ലാതെയായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയ്ക്കാണ് നിലവിൽ ഇരുവരുടെയും താൽക്കാലിക ചുമതല. CPI അംഗങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പം ഒരു കൂട്ടുത്തരവാദിത്തമാണ്. LDF-ന്റെ ആയിട്ടുള്ള ഭരണ സംവിധാനമാണ്. അതിനകത്ത് എന്നോട് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. പ്ലീസ് നിങ്ങൾ അവരോട് ചോദിക്കുക. ഒരു ടീമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ 5-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ചെയ്ത കാര്യങ്ങൾ 2014-നും ഇതുപോലെയുള്ള സാധനം അടിച്ചു കൊടുത്തിരുന്നു. അത് സുഹൃത്തിന് അറിഞ്ഞുകൂടാ. അതാ ഇതുപോലെ തന്നെ 5-ാം വർഷത്തിലേക്ക് പറഞ്ഞ് ഒരു ബ്രോഷർ ഞങ്ങൾ അടിച്ചു കൊടുത്തിരുന്നു. അതിന്റെ ഫലമാണ് ഭൂരിപക്ഷം ഇല്ലാതെ മുമ്പോട്ട് പോയ കൗൺസില് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കൊല്ലത്തെ പ്രബുദ്ധരായ ജനങ്ങൾ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നു. 4-ാം തവണയും വന്നു. ഇപ്രാവശ്യം 5-ാം തവണയാണ് ഈ കൗൺസിൽ വരുന്നത്. ഇപ്പൊ ഇതില് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചു എന്ന് എന്റെ ഫോട്ടോ മാത്രമല്ല ഇതിനകത്തുള്ളത്. ഞാൻ ചെയ്തതല്ല, എന്റെ ടീം അംഗങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളാണ്. ആദ്യത്തെ ഫോട്ടോ എന്താണ്? ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഒരു മാലിന്യ പർവ്വതത്തെ മാറ്റി പൂന്തോട്ടമാക്കി IT പാർക്ക് ആക്കുന്നു. അത്രയ്ക്ക് വലിയ ശേഷിയുള്ള വ്യക്തിയല്ല ഞാൻ. ഇതൊരു കൂട്ടായ പരിശ്രമമാണ്. ഞാൻകടവ് കുടിവെള്ള പദ്ധതി ഈ കോർപ്പറേഷൻ മറ്റ് കോർപ്പറേഷനുകൾ മാതൃകയാക്കിക്കൊണ്ടുള്ള വലിയ പ്രോജക്റ്റാണ്. 28 കിലോമീറ്റർ ലൈൻ ഇട്ടുകൊണ്ട് ആ പ്രോജക്റ്റിന്റെ പൂർത്തീകരണ ഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അത് ഞാനെന്ന വ്യക്തിക്ക് എന്ത് പ്രസക്തി ഇവിടെ?